ദൈവമേ, ഞാൻ താമസിച്ചു പോയി. ഏതായാലും എല്ലാവരും ഈ യോഗത്തിൽ കൂടിയതില്ല ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ദൈവമേ, പണമുള്ളവൻ പുട്ട് തിന്നുമ്പോ പണമില്ലാത്തവനോ പൊടി വാരി തിന്നുന്നു. പണമുള്ളവൻ അങ്ങനെയുള്ള പണമില്ലാത്തവനോ പൊടി വാരി തിന്നുന്നു. ദൈവത്തെ അറിഞ്ഞാണ് പണമില്ലാത്തവനോ പൊടി വാരി തിന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പൊടിയെല്ലാം കൂടെ വാരി തിന്നിട്ട് നിന്റെ പള്ളം നിറഞ്ഞിട്ട് തീർത്തില്ലേ അത്. ഇന്നെ മീൻ്റെ പൂട്ടുകൂട്ടി അന്നാക്കിലോട്ട് കുത്തിക്കറ്റി കേട്ടോ, ഓളത്തിന് വേണ്ടി. അത് ആവശ്യത്തിന് തലയിലുണ്ടല്ലോ. നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? സുപ്രസിദ്ധ കാതികൻ ജ്ഞാനദാസ് ഇവിടെ ഉള്ളപ്പോൾ, കാതികനല്ല സോറി, സുപ്രസിദ്ധ പാസ്റ്റർ ജ്ഞാനദാസ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനിവിടെ ആരാധന നടത്തി പുള്ളിയെ വിളിക്കാതെ? ആരാധന നടത്തി നിങ്ങൾ എന്ത് മോശമായ പരിപാടികളാണ് കാണിച്ചത്? കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ മാളിന്റെ മുകളിൽ ഒരു ആരാധനാലയം കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പാരീസിൽ പോയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ ഇതുവഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ആരാധന നടക്കുന്ന കേട്ട് ഞാൻ അങ്ങനെ ചാടി കയറിയതിനകത്തോട്ട്. ഞാനില്ലാതെ അങ്ങനെ ആരാധന നടത്തും, ആര് പ്രാർത്ഥിക്കും? ഇതാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അതിനല്ലാതെ ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് ആരാധനയല്ല, പിന്നെന്നാ ഇത് ബാൻഡ്. ബാൻഡാണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമല്ല. ആശുപത്രിയിലും അയ്യോ ചേട്ടാ, പ്രാന്തല്ല, ബാൻഡ്. ഏത് ബ്രാൻഡാന്ന് പറ എന്നോട്. മേഡം, ഒരു കാര്യം ഞാൻ പറയാം. ഈ നിൽക്കുന്ന കളിമേടത്തെക്കാളും മുമ്പ് നമ്മളൊരു ബ്ലാക്ക് ബെറി മേടിച്ചിരിക്കണം. അതിലെന്താ സംശയം ഉണ്ടോ റെമോ? ഇപ്പോഴും നമ്മുടെ കടയിൽ കേറുമ്പോ തന്നെ അവിടെ നല്ലൊരു സ്ലാബ് അടിച്ചു വെക്കണം കേട്ടോ. ആ വലിയ ട്രോഫി കൊണ്ടുവന്ന് എനിക്ക് എല്ലാരും കാണുന്ന പോലെ വെക്കാനാ. മോളെ പള്ളി പോയി പറഞ്ഞാ മതി. ഈ ഇടി കൊടുക്കുന്ന കാര്യത്തിൽ എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും നിനക്കില്ല കേട്ടോ. എടി നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ആ പാവം ബേബിച്ച നിന്നെ പേടിച്ചുള്ള ഇടി എല്ലാം മേടിച്ചു കൂട്ടുന്ന അത് ഗുണ്ടായിസാണ്, അല്ലാണ്ട് കരാട്ടയല്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ഒരുത്തരം മലത്തി അടിച്ചിട്ട് നീ കണ്ടല്ലേ? അപ്പൊ ഞാൻ ഒരുത്തരം ഇവിടെ മലത്തി കടത്തിയാ നീ കണ്ടില്ലേ? അത് അടിച്ചു ഇങ്ങനെ മേളിലേക്ക് വിട്ടു. അത് ആർക്കപ്പോ പറ്റാത്ത? ഈ കാല് പൊക്കി ഞാൻ കൈ പൊക്കി, അതല്ലേ ഉള്ളൂ. ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിങ്ങളുടെ മാഷ എവിടെ? നാഥ, എനിക്ക് 2 ദിവസമായിട്ട് ചെറിയൊരു ഡൗട്ട്, അല്ല സംശയം ഉണ്ടായിരുന്നു. എന്താണ്? അങ്ങ് ഒരച്ഛനാവാൻ പോകുന്നു. ദിവസം നിന്റെ വീട്ടിൽ റിഹേഴ്സൽ വെച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ച ആളാ. അയ്യോ ബേബിച്ച, ഇത് ശരിക്കുള്ളതല്ല. അറിയാമടി, അഭിഹിതമാണെന്ന് അറിയാം. അയ്യോ അങ്ങനെയല്ല, ഞാൻ ബാലയ്ക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായതാണെന്ന്. എനിക്ക് വേണ്ടി ഒന്ന് ഗർഭിണിയാകാൻ എത്ര കാലമായിട്ട് ഞാൻ നിന്നോട് പറയാം. കണ്ടവന് വേണ്ടി ബാലയ്ക്ക് ഗർഭിണിയായില്ലേടി? ഇനിയുള്ള ജീവിതം നിന്റെ കൂടെ ഞാനില്ലേ? ബാലയല്ലേ, ബാലയാണ് ഗർഭിണി. അഭിനയം അഭിനയം. രാജഗുരുവാണല്ലോ, രാജഗുരുവാണല്ലോ, രാജഗുരു. മഹാപ്രഭു, വലിയ ദുരന്തം വരാൻ പോകുന്നു. വലിയ ദുരന്തം. എന്താണ് രാജഗുരു? പട്ടം 0 മുട്ട 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 ബുക്ക്. ഇതെന്താ? മീശ. കുട്ടി നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ഏഞ്ചൽ താറാവ് മുട്ട. താറാവ് മുട്ട. സ്വർണ്ണ താറ അല്ല, അയ്യോ സോറി, സ്വർണ്ണ. അയ്യോ പോ. തങ്കം, വെള്ളി, സ്വർണ്ണ അല്ല, പിച്ച. പോ. എന്താണ് പറയണത്? പോ. ഇനി പര്യായ പദങ്ങൾ പറയൂ. എന്റെ പൊന്നോ, പൊന്ന് പൊന്ന് പൊന്നു മുട്ട താറാവ്, പൊന്ന് താറാവ് മുട്ട, പൊന്ന് മുട്ട താഴ്ത്ത് എന്ത് പൊന്ന് മുട്ട ഇട്ട താറാവാ. പറയാനില്ല. ഹലോ, ഇത് കാണിക്കേണ്ടത്. മുട്ട എടുക്കുക. താറാവ്
പൊന്നു മുട്ട താറാവ് പൊന്നുണ്ടോ? പൊന്നാണ് പൊന്ന് മുട്ട താറാവ്. പൊന്ന് മുട്ട ഇട്ട താറാവ് ഇട്ടതിന്റെ വേറൊരു ഇതാണ്. പുല്ലാണ് പോലീസ്, ഞങ്ങൾക്ക് പുല്ലാണ്. പുല്ലാണ് പുല്ലാണ് പോലീസിന്റെ പുള്ളിക്ക് പുല്ലാണ്. എനിക്ക് പേടിയാ. എന്തോടാ പറഞ്ഞ പുല്ലാണ്? അങ്ങനെയല്ല പറഞ്ഞ സാറ് പുലിയാണ് എന്ന് പറഞ്ഞ KKPയുടെ ഒരു നേതാവാണ് ഞാൻ. അങ്ങനാ പറഞ്ഞ? അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ഇല്ല, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാറിനറിയാം. അറിയാൻ പാടില്ല. എനിക്കറിയാവുന്ന നിന്നെ എനിക്കറിയാം. നിന്നെ ഞാൻ കണ്ടോണ്ട് ഞാൻ പറഞ്ഞുതരാം. ഏത് സാറ് പണ്ടേ പട്ടിമറ്റം സ്റ്റേഷനിലുണ്ടായിരുന്നു. ആ സമയത്ത് അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റിയില്ലേ? അത് ഈ പുള്ളി പറഞ്ഞിട്ടാ. അന്നിട്ടല്ല, പാർട്ടിയിലെ സെക്രട്ടറിമാര് പറഞ്ഞാണ് അയാൾ പാവം മെസ്സേജ് അല്ല ഇവിടെ ജീവിച്ചോടെന്ന് പറഞ്ഞ. പക്ഷെ ഇയാളാണ് പറഞ്ഞത് അങ്ങനെ വേണ്ട, ഇയാൾ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റിയത്. നിന്നെ ഞാൻ അന്ന് പോലെ പ്രശ്നം തീർന്നല്ല. കോംപ്രമൈസ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചേക്കുവാ. കൂട്ടമായിട്ട് ആൾക്കാർ നിൽക്കാൻ പാടില്ല. കൂട്ടായില്ലല്ലോ, അങ്ങോട്ട് ഞങ്ങൾ മാറിയല്ലേ നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പാടില്ല, അങ്ങോട്ട് മാറിക്കണം. ഇവിടെ സമരം വിളിക്കാനോ ചിന്താ പിടിക്കാനൊന്നും വരത്തില്ല. കാര്യം ഞാൻ പറയാം. എന്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ നിരാഹാരം കിടക്കണത് കണ്ടേ? ഞങ്ങളുടെ പാർട്ടിക്കാരൻ കിടക്കണത് പട്ടിണിയാണ്. പട്ടിണി 7 ദിവസം നിരാഹാരം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പട്ടിണി കിടക്കണല്ല. അതെ, ഇത് അപ്പം പച്ചവെള്ളം കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല, അരിയാഹാരം കഴിക്കാതെ കിടക്കാണ്. അതെന്തിനാ ഒരു മനുഷ്യൻ കിടക്കുമെന്ന്? ഇവിടെയുള്ള സ്റ്റാഫിന് വേണ്ടിട്ടല്ലേ? സാർ എന്താ അങ്ങനെ പറ? അങ്ങനെ സംസാരിക്കല്ലേ സാറേ. മിസ്റ്റർ, എന്തുവാ ഇത്? നിരാഹാരമല്ല, ഇത് പഴാഹാരം. ചേട്ടൻ ഒരുപാട് തമാശ നിറഞ്ഞ അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒത്തിരി ക്യാരക്ടേഴ്സും ഹാസ്യരംഗങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കാർബൺ എന്നുള്ളൊരു സിനിമ വന്നപ്പോഴേക്കും അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാർബൺ സിനിമയ്ക്കകത്ത് ഞാൻ ഇത്രയും 10-100 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടി ചെയ്ത തിളക്കം സിനിമയ്ക്കകത്ത് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇതിൽ നമുക്ക് ഈ ഡയലോഗ് പറയുന്ന രീതിയിൽ ഇതിൽ സിങ് സൗണ്ടാണ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന സാധനമാണ്. അത് എനിക്ക് മുമ്പ് പരിചയമില്ലായിരുന്നു. വരത്തൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു ക്യാരക്ടർ, അത് നമ്മൾ മിക്കവാറും ഏത് നാട്ടിൽ ചെന്നാലും ഒരു കവലയിൽ ഇതുപോലെയൊക്കെ ഒരു കാർന്നോരം നമ്മൾ കാണും. നമ്മൾ ചുമ്മാ നടന്നു പോകുന്നതിന് ഇങ്ങനെ സ്കാൻ ചെയ്ത് വിടുന്ന ആരെങ്കിലും ഒക്കെ ഒരാള്. വളരെ ചെറിയൊരു വേഷമാണെങ്കിൽ തന്നെയും അത് ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെ അധികം ഇംപ്രഷൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സിനിമയാണ്. ചേട്ടനിപ്പോ ജയറാമേട്ടന്റെ കൂടെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഒത്തിരി സിനിമകൾ ഒരുമിച്ച്. നിങ്ങൾ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം കല്യാണരാമൻ, പിന്നെ ദിലീപേട്ടന്റെ കൂടെ കുറെ പടങ്ങൾ. ഇപ്പൊ അടുത്ത കുഞ്ചാക്കോ ബോബന്റെ കൂടെ കുറെ പടം, ഫഹദിന്റെ കൂടെയാണ് കുറച്ചുകൂടെ അങ്ങനെ കാർബൺ അങ്ങനെ അടുപ്പിച്ച് കുറെ പടങ്ങൾ ചെയ്യാൻ എനിക്ക്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? അഭിനയിക്കുമ്പോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയാൻ എല്ലാവരോടും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ടു നിന്ന് പോകുന്ന പ്രകടനം നടത്തുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. വാലന്ററിമാരുടെ ഡേ അല്ലേ? എന്തിടേ? പ്രേമിക്കുന്നവരുടെ ദിവസമല്ലേ ഇന്ന്? വാലന്റൈൻസ് ഡേ. പേര് ചോദിച്ചില്ല, എന്താ പേര്? ആദ്യമായിട്ടാ കണക്ക് വെച്ചൊരു പേരുള്ള കൊച്ചിനെ ആദ്യം കാണുന്നേ. കീടനാശിനി കല്യാണത്തിന് വന്ന KD ദിനേശൻ എന്നാണ്. അതാണ് കീടനാശിനി. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നുണിൻ കാതിൽ പറഞ്ഞു. എനിക്ക് ലിപ് ലോക്ക് ചെയ്യാനുള്ള അവസരം തരാന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാണ് ഞാൻ ആ പടത്തിൽ അഭിനയിച്ചത്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? താനിപ്പോ എന്നെ ലിപ് ലോക്ക് ചെയ്യണം. പയറ്റ് പ്രഗ്നന്റ്.